സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമൊക്കെ പോയി കഴിയുമ്പോൾ ചില കൗൺസിലേഴ്സ് നമ്മളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസമാകും. കാരണം ഇവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ കുറച്ച് വളർത്താനായിട്ട് ചില കൗൺസിലേഴ്സിന് സാധിക്കാറുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ അണഞ്ഞാൽ, തമ്പുരാന് നമ്മളെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും അറിയാമെന്നുള്ള ഒരു ബോധ്യം നമ്മൾ ജനിച്ചാൽ, നമ്മൾ പിന്നീട് ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും ഇടയാകില്ല. കാരണം നഥാനയിൽ ഇന്ന് നമ്മൾ ഫീസ്റ്റായിട്ട് വരുന്ന രക്തസാക്ഷി ആയിട്ട് ആഘോഷിക്കുന്ന നഥാനയിൽ എന്ന വിശിഷ്യൻ ബർത്തലോമിയ യുടെ ഫീസ്റ്റാണ്. ബർത്തലോമിയ ഈശോയെ അറിയാൻ ചെന്നപ്പോൾ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ നിന്നെ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അവന് ഭയങ്കര വിശ്വാസമായി. അതായത് അന്നു മുതൽ അവൻ യേശുവിൻ്റെ ശിഷ്യനായി മാറി. ആ യേശുവിൻ്റെ ശിഷ്യൻ മരിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തെ കൊന്നത് തൊലി മുഴുവനും ഉരിഞ്ഞെടുത്താണ്. എന്നിട്ടും മരിക്കാതെ വന്നപ്പോൾ ശിരച്ഛേദം ചെയ്തു. ആ ബർത്തലോമിയോട് പറഞ്ഞത് ഞാൻ നിന്നെ അറിയുന്നുവെന്നാണ്. ഈ ഒരു വാക്ക് നമ്മളോടെല്ലാം ഈശോ പറഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. ഇത്രമാത്രം സ്നേഹമുള്ള ഒരു യേശുവിൻ്റെ അടുത്താണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ലഭിച്ച് വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബർത്തലോമിയോയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.